ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലൊരു ബീഫ് റോൾ ഉണ്ടാക്കിയാലോ. അതിനായി ഞാനിവിടെ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം 3 സബോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇതും കൂടി ഇട്ട ശേഷം ഞാൻ മിക്സ് ചെയ്ത് ഇത് നമുക്കൊരു ബ്രൗൺ കളറാക്കി എടുക്കാം. ഇവിടെ ബാറ്റർ ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മീറ്റ് മസാല 1 ടീസ്പൂൺ ഇത്രയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ ഇത്രയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത ശേഷം നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഞാൻ വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇത്രയും സാധനങ്ങളിട്ട് വേവിച്ച ശേഷം ഞാൻ അതിലെ വെള്ളം പറ്റിച്ചു എടുത്തു. അതിനുശേഷം അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്കൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഇവിടെ ഡ്രൈ ആകിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 1 മുട്ട, 2 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് വെള്ളം, 1 തരി പഞ്ചസാര ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തരിയില്ലാതെ ലൂസായ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി ഒഴിച്ച് ദോശ പോലെ ചുട്ടെടുക്കാനുള്ളതാണ്. ഇനി വേണ്ടത് ബ്രെഡ് 4 കഷ്ണം. അത് ഞാനിവിടെ ടോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ബ്രെഡ് പൊടിച്ചതാണ്. ഇത് ഞാനിവിടെ ടോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ബ്രെഡ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ച് ദോശ ചുട്ടെടുക്കാം. ഇങ്ങനെ കനം കുറച്ച് നന്നായിട്ട് പരത്തി ചുട്ടെടുക്കാം. ഇത് നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. ബീഫ് റോളിൻ്റെ കോട്ടിങ്ങിനായി ഞാനിവിടെ 1 മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ കലക്കി വെച്ചിരുന്ന മാവിൽ നിന്നും 1 തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ആ മുട്ടയുടെ ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം, മുട്ട തന്നെ വേണമെങ്കിൽ എടുക്കാം. ഇനി നമുക്കിവിടെ റോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പ്ലേറ്റിൽ ദോശ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 4 സൈഡിലും നേരത്തെ കലക്കി വെച്ചിരുന്ന ബാറ്ററിൽ നിന്നും അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. ഇതിനുശേഷം ഞാനിത് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ മുട്ട അടിച്ചു വെച്ചിരുന്ന ആ ബാറ്ററിൽ നമുക്കൊന്ന് മുക്കിയെടുക്കാം. നമുക്ക് മുക്കുകയോ അല്ലെങ്കിൽ നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഇതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രാംസിലിട്ട് ഒന്ന് മുക്കി ഇതാക്കിയെടുക്കാം. ബ്രെഡ് ക്രാംസിൽ ഞാനിവിടെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എല്ലാ മീറ്റ് റോളും നമുക്കിങ്ങനെ ബാറ്ററിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രാംസിൽ കോട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്ന് വെച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം വെയിറ്റ് ചെയ്യാം. ഇവിടെ മീറ്റ് റോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാം ഇവിടെ മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീറ്റ് റോളാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.